കാട്ടാക്കടയിൽ LDF-ൽ പൊട്ടിത്തെറി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം CPIക്ക് നൽകാൻ കഴിയില്ലെന്ന് CPM നേതൃത്വം. പിന്നാലെ CPI പ്രതിനിധികൾ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. എന്താണ് പ്രശാന്ത്, CPIയും CPM-ഉം തമ്മിൽ കാട്ടാക്കടയിൽ പ്രശ്നം? നീലിമ, കാട്ടാക്കടയിൽ LDF-ൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി നടക്കുന്നതായിട്ടാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. സൂചനകളും അങ്ങനെ തന്നെയാണ്. അതായത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയാണ് ഇപ്പോൾ നിലവിൽ LDF തന്നെ വലിയ രീതിയിൽ CPM-ഉം CPI തമ്മിൽ തർക്കത്തിലേക്ക് എത്തുന്നൊരു സാഹചര്യം എത്തി നിൽക്കുന്നത്. ഇന്ന് മണ്ഡലം കമ്മിറ്റി യോഗം LDF-ന് ചേർന്നിരുന്നു. ആ യോഗത്തിലും സമവായം ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതോടുകൂടി തന്നെ യോഗത്തിൽ നിന്നും LDF അംഗങ്ങൾ ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഈ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനം തങ്ങൾക്ക് ആവശ്യമാണെന്ന് LDF പറഞ്ഞിരുന്നു. LDF-ന് പഞ്ചായത്തിൽ 3 സീറ്റാണുള്ളത്. എന്നാൽ അത് അംഗീകരിക്കാൻ CPM, അതായത് CPIക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന് പറഞ്ഞു. CPIക്ക് 3 സീറ്റാണ് അവിടെ ഉള്ളത്. ഇതിൽ അംഗീകരിക്കാൻ CPM തയ്യാറായില്ല. CPM സമവായത്തിന് തയ്യാറാകാതോടെ വന്നതോടുകൂടിയാണ് ഈ മണ്ഡലം യോഗത്തിൽ നിന്ന് CPI ഇറങ്ങിപ്പോകുന്ന നിലയിലേക്ക് എത്തിയത്. വലിയ രീതിയിൽ ഇപ്പോൾ ഒരു ഭിന്നത രൂക്ഷമാകുന്നൊരു സാഹചര്യമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ CPM-ന് 16, അതോടൊപ്പം തന്നെ CPIക്ക് 3, ജനതാദളിന് 1 എന്നിങ്ങനെ സീറ്റ് നിലകളുണ്ട്. അതോടൊപ്പം തന്നെ BJPക്ക് 4 സീറ്റും ഈ കാട്ടാക്കട പഞ്ചായത്തിലുണ്ട്, ഗ്രാമപഞ്ചായത്തിലുണ്ട്. അവിടെയാണ് ഇത്തരത്തിൽ സീറ്റ് നിലയിൽ ഇങ്ങനെ വരികയും 3 സീറ്റ് CPI കരസ്ഥമാക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം തങ്ങൾക്ക് വേണമെന്നൊരു അവകാശവാദം CPI ഉന്നയിക്കുന്നത്. കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ 11 സീറ്റോളം എത്തിയിരുന്നു. അങ്ങനെ ആ തവണ പ്രസിഡന്റ് സ്ഥാനം പങ്കുവെക്കുന്ന നിലയാണ് ഉണ്ടായത്. ഇത്തവണ വൈസ് പ്രസിഡന്റ് സ്ഥാനം തങ്ങൾക്ക് ആവശ്യമാണെന്ന് CPI പറയുന്നു. എന്നാൽ ഇത് CPM ഇത് കൂട്ടാക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല സമവായത്തിന് തയ്യാറാകാതെ ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇതോടുകൂടിയാണ് പ്രശാന്ത്, നാളെ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എന്താണ് കാട്ടാക്കടയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം.